ദൈവത്തിൻ്റെ സ്വന്തം നാട് പ്രപഞ്ച സൗന്ദര്യം മുഴുവൻ ചാലിച്ച് ഒരു ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ. ഇവിടെ ഈ തണുത്തു മറവെച്ച വടക്കേ അമേരിക്കയിൽ ശരീരവും മനസ്സ് മുഴുവൻ കേരളത്തിലുമായി ജീവിക്കുന്ന ഒരു കൂട്ടം മലയാളികളുടെ കഥയാണിത്. ാണ് 67-68 ആദ്യത്തെ മലയാളി ഹാമിൽട്ടൺ. നമ്മളെല്ലാം തിരിച്ചു പോകാൻ വന്നതാണ്. ഹാമിൽട്ടണിലുള്ള എല്ലാ മലയാളികളെയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ നിർത്തി ഒരു ശക്തമായ മലയാളി സമൂഹത്തിന് നേതൃത്വം നൽകിയ പാപ്പച്ചന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സമാജത്തിൻ്റെ 25ാം വാർഷികം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ ഹാമിൽട്ടൺ മലയാളികളിലൂടെ ഒരു തിരിഞ്ഞു നോട്ടം. 1960-കൾക്ക് മുമ്പ് വളരെ കുറച്ചുപേരെ ഇന്ത്യയിൽ നിന്നും കുടിയേറി പാർത്തിരുന്നുള്ളൂ. മലയാളികൾ വളരെ വിരളം. പിന്നീടുണ്ടായ വിദേശ നയങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ഫിലോസഫറും ഹിസ്റ്റോറിയനുമായ ഡോക്ടർ അറപ്പുര. Pearson and Trudeau were very far-sighted leaders, and they were largely instrumental in giving an international flavor to Canadian society. Only thing is, when you walk in the street, somebody will be looking at you with curiosity. Many people, if you went out, they would not even have probably not seen Indians and so on. But that has changed so rapidly. അങ്ങനെ മലയാളികൾ ഓരോന്നായി വന്നു തുടങ്ങി. ഞാൻ വന്നത് 1970 April 1st. And personally, I arrived here in 1971. ഞങ്ങൾ 1972 മുതൽ കാനഡയിൽ ഉണ്ട്. ഞാനിവിടെ വന്നത് 1974 ഡിസംബറിലാണ്. ഈ രാജ്യത്ത് വന്നത് 1969 ഡിസംബർ 14 ആദ്യ ജനറേഷന് ഞാനും 1 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു പോകാൻ വന്ന വ്യക്തിയാണ്. എല്ലാവരും അന്ന് തിരിച്ചു പോകാനുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. ക്ലീവ്ലൻഡിൽ ഷിപ്പ് വന്നപ്പോൾ ഹാമിൽട്ടണിൽ കുറേ ആൾക്കാർ ഷിപ്പ് കാണാനായിട്ട് പോയി. അതിലിരിക്കുന്ന നമ്മുടെ സാറാക്കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഷിപ്പിൽ വെച്ചാണ് കാണുന്നത്. തുടർന്ന് കത്തുകൾ എഴുതാൻ തുടങ്ങി, പ്രേമലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് ഒരു 8 മാസക്കാലം കഴിഞ്ഞപ്പോൾ 2 മാസത്തെ വെക്കേഷന് വന്നതാണ്, മടങ്ങിപ്പോയി. 1 ലക്ഷം രൂപ ഉണ്ടാക്കി തിരിച്ചു പോകുവാൻ വന്നവർ ഈ ഹാമിൽട്ടനെ അങ്ങ് സ്നേഹിച്ചുപോയി. പക്ഷേ ദുരിതവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. അന്ന് 23 പൈസയെ പറ്റിയായിരുന്നു ഒരു പാക്കറ്റ് സിഗരറ്റ്. അത് മേടിക്കാൻ കാശില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി വി വെൻ ത്രൂ സോ മച്ച്. പാത്രം കഴുകാൻ തുടങ്ങി, തറ തൂക്കാൻ തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ മെഷീനെ ചവിട്ടാൻ തുടങ്ങി. എനിക്ക് വക്കാവോ വേയാം. കിടക്കാനൊരു ബെഡോ ഇരിക്കാനൊരു ചെയറോ ഇല്ലായിരുന്നു. ജോലി തുടങ്ങിയത് was a little bit of anti-Indian feeling among the community, and there was that's the first time I ever heard the word Paki. I couldn't figure out what does this Paki means. ഞാൻ ഇറങ്ങി ചെന്ന് ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, യു ആർ ദ പ്രോബ്ലം, ബാക്കി ഗോ ബൈ എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ ക്രെഡൻഷ്യലെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് പറഞ്ഞ്, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ പുട്ട് യു ഇൻ എ പ്രോപ്പർ പൊസിഷൻ നൗ. അപ്പോൾ അയാൾ പറഞ്ഞ് ഇൻഫ്ലേഷൻ 4% ആയിപ്പോൾ, അത് താഴെ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ വളരെ അയാൾ ബയസ്ഡ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. ഞങ്ങൾ നൺ ഓഫ് ദ പ്രായമായി ആദ്യം വന്ന ഗ്രൂപ്പിൽ ആരും പേടായിട്ടില്ല ഹാമിൽട്ടൺ, ബിക്കോസ് ഓഫ് ദെയർ ഇൻഡസ്ട്രിയസ് നേച്ചർ, അവരുടെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി. നമ്മുടെ ഫാദർ തോമസ് മണ്ണിനടുത്തെന്ന് പറയുന്ന പുള്ളിയാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഈ മലയാളികളെ നമുക്ക് ഒരുമിച്ച് വിടുമ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ ഈ ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ ഞങ്ങൾ 3-4 പേര് ഒരു വീട്ടിൽ കൂടി ചെറിയൊരു പാർട്ടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചിലർക്ക് ഐഡിയ തോന്നി നമുക്ക് എല്ലാവരും കൂടെ ചേർന്നൊക്കെ
കൂടാമെന്ന് ഉള്ള പ്ലാനൊക്കെ ചെയ്താണ് ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു അസോസിയേഷനുള്ള ചെറിയൊരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്തു. ഈ നമുക്ക് ഒരുമിച്ച് കൂടാൻ മിക്കവാറും എല്ലാവരും തന്നെ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നത്. അതുകൊണ്ട് ഒന്നിച്ച് കൂടി 22 ഫാമിലിക്ക് ഒന്നിച്ച് കൂടാൻ ഒരു മീറ്റിംഗ് കൂടാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ മീറ്റിംഗ് കൂടുന്നു ഗേജ് പാർക്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും വിളിക്കും. അന്നത്തെ നേതാക്കന്മാരായിട്ട് ഒന്ന് ജോണമ്മ, പിന്നെ ഒന്ന് PM തോമസ്, ഇങ്ങനെ 1-2 പേരൊക്കെ ആയിരുന്നു. അപ്പം ആദ്യമായിട്ട് നമുക്ക് ഓണം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അവിടെ വെച്ച് തീരുമാനിച്ച് അങ്ങനെ ഓണമായിരുന്നു ആദ്യം സെലിബ്രേറ്റ് ചെയ്തത്. ആദ്യത്തെ ഓണം അതായിരുന്നു. പക്ഷേ അതുപോലെ ഒരു എൻജോയ് ചെയ്ത ഓണം ഒരു കണക്കിൽ പറയാതെ ഇന്നിപ്പോൾ അതിലൊക്കെ വളരെ ആർഭാടമായിട്ടും നാട്ടിലെ ഓണത്തേക്കാൾ കൂടുതൽ നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ട്. എന്നാലും അന്ന് കൊടുത്ത ഓണത്തിനുണ്ടായ ആ വൈകാരികമായ ഫീലിംഗ് ഇപ്പോഴും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ പേരുണ്ട്, അതൊരു ഇതായി. അത് കൊച്ചി ഓണമാണ് എന്നോട് പറഞ്ഞത്. ഹാമിൽട്ടൺ മലയാളി സമാജം. ആർക്കും എതിരുണ്ടോ ചോദിച്ചു. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. ആരെപ്പം വന്നാലും അവരെ നമ്മൾ വെൽക്കം ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ. ഇപ്പം നീ മെമ്പറല്ല, അല്ലെങ്കിൽ നീ വേറൊരിടത്തുനിന്ന് വന്നാൽ അങ്ങനെ ഒരു ഇതില്ലാതെ വെൽക്കം ചെയ്ത് എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാമെന്നുള്ളൊരു രീതിയിൽ. അങ്ങനെയാണ് 86 ഹാമിൽട്ടൺ മലയാളി സമാജം രൂപം കൊള്ളുന്നത്. പിന്നീട് ഹാമിൽട്ടൺ മലയാളി സമാജം തിരിഞ്ഞു നോക്കാതെ മുന്നേറുകയായിരുന്നു. വെറും 22 കുടുംബങ്ങൾ തുടങ്ങി വെച്ച പ്രസ്ഥാനം 2000-ൽ 100-ൽ പരം കുടുംബങ്ങളായി വർദ്ധിച്ചു. അങ്ങനെ സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാകണമെന്ന ആഗ്രഹം ചിലരിൽ മുളച്ചു തുടങ്ങി. മിലേനിയം സെലിബ്രേഷനോടെ പീപ്പിൾ സീ നമുക്ക് നമ്മുടെ ആ സ്ട്രെങ്ത് ആൾക്കാർക്ക് മനസ്സിലായി. അപ്പം പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. 2000-ലാണ് മാർട്ടിൻ ചർച്ച് വെച്ച് നമ്മൾ 23 ഫാമിലീസാണ് അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. First time he just put $500 on the table and said, "Here it is, my donation." ഹാമിൽട്ടൺ മലയാളികളുടെ എല്ലാം പ്രചോദനമായിരുന്ന നമ്മുടെ അപ്പച്ചൻ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും സ്വന്തമായി ജോലി ചെയ്തുണ്ടാക്കിയ $500 കൈനീട്ടം പൊലിച്ചു. അത് 1000-ഉം 10,000-ങ്ങളുമായി വളർന്നു. അങ്ങനെ 2003-ൽ സമാജത്തിൻ്റെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു. സ്വന്തമായി ഒരു കെട്ടിടം. 450 acre ഫീറ്റ് ഫ്രണ്ടേജ് ഉണ്ട്. 650 ഡീപ്പ് ലോട്ടാണ്. ഇറ്റ്സ് എ നൈസ് പ്രോപ്പർട്ടി. പാപ്പച്ചൻ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തറവാട് എല്ലാം കൊണ്ടും നമ്മൾ ഭാഗ്യമുള്ളവർ. ഇത് കീപ്പപ്പ് ചെയ്താൽ മതി. ഹാമിൽട്ടനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് അമേരിക്കയുടെ അസൂയ പാത്രമായിരിക്കുകയാണ്. ബാലദശകളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് മധ്യവയസ്കയിലേക്ക് കടന്നിരിക്കുന്ന ഈ സമാജം ഒരുപക്ഷെ മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള അത്ഭുതമായ വളർച്ചയാണ് നേടിയിരിക്കുന്നത്. This organization has an unequal, unparalleled significance in the life of all the Malayalis in Hamilton. ഇത് ഒരു സംഗമവേദിയാണ്. ജാതി മതഭേദമില്ലാതെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മലയാളിയും ഇതിൽ അഭിമാനം കൊള്ളാവുന്നതാണ്. എല്ലാവരും ഒരുപോലെ സഹകരിച്ച് കാര്യങ്ങൾ നടത്തുന്നത് കാണുമ്പം മനസ്സിന് വളരെയേറെ കുളിർമയുണ്ട്, സന്തോഷമുണ്ട്. ഇവിടെ കണ്ട ഒരു പ്രത്യേകത, മറ്റ് മലയാളി ഗ്രൂപ്പിനേക്കാളും ഞാൻ ഏറ്റവും കണ്ട ഒരു പ്രത്യേകത, ഏറ്റവും സ്നേഹത്തോടുകൂടി ഒന്നിച്ച് ഒരു ഐകമത്യത്തോടുകൂടി നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു ഗ്രൂപ്പ് ആളുകളെയാണ് ഇതിനകത്ത് ഞാൻ കാണുന്നത്. ആരുമില്ലാതെ ഒരു രാജ്യത്ത് വന്നപ്പോൾ ഒരു പുതിയൊരു കുടുംബം ഉണ്ടായി, കുറെ സുഹൃത്തുക്കളെ കിട്ടി. ഇതിൽ പരം ഒരു സന്തോഷം വേറെ എന്നാ ഉണ്ട്. 2000-ൽ ഞാൻ കാനഡയിൽ വന്നു. ഇത് ഒരു തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ഹാമിൽട്ടണിലെ മറ്റൊരു കുടുംബം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണത്. ഒരു സുഹൃത്ത് ബന്ധം, ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ, അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ആ റീസൺ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്ര അകലെ മാർക്കത്ത് ആയിരുന്നിട്ട് പോലും സമാജത്തിൻ്റെ എല്ലാ പരിപാടികൾക്ക് വരികയും പങ്കുചേരുകയും ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഹോം ഫോർ us. നമുക്ക് എങ്ങനെ കളിച്ചാലും അവസാനം പാത്രം കഴുകിയിട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തരുന്ന ഒരു വേദിയാണ് ഹാമിൽട്ടൺ മലയാളി സമാജം.
പാത്രം എന്ന് പറയുമ്പോൾ നിരവധി പാത്രങ്ങളാണ് വരുന്നത്. അണ്ടകടാഹം മുതൽ ചെറുപാത്രങ്ങൾ വരെയും സ്പൂണുകൾ, ഫോർക്കുകൾ, പിച്ചാത്തികൾ വരെ നമുക്ക് കഴിയാൻ പറ്റും. പാൽപ്പായസം കണ്ടാൽ സ്വർഗത്തിലേക്കുടൻ പാസ്പോർട്ട് എഴുതുവോ നല്ല ദൈവം. അങ്ങനെയുള്ളതായൊരു ദൈവം നിങ്ങൾക്കുണ്ടെങ്കിൽ കഷ്ടം മതങ്ങളെ, നിങ്ങൾ തൻ ദൈവങ്ങൾ, നട്ടല്ലൊടിഞ്ഞ നപുംസകങ്ങൾ. എനിക്കതുകൊണ്ട് പറയാനുള്ളത് ആമിറ്റിലെ കാര്യത്തെപ്പറ്റി പറയണില്ല. ആ കൂട്ടായ്മ അത് ഏത് സഭയാണെന്നോ മതമാണെന്നോ അവിടെയില്ല. നമ്മൾക്ക് എന്താ ഇവിടെ വേണ്ടത്? സമാജത്തിന് വേണ്ടത് തമ്മിലുള്ളതായ സ്നേഹം. ഹാമിൽട്ടൺ മലയാളി സമാജം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. അതിനല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ വരും, നമ്മുടെ വില്ലേജ്, നമ്മുടെ ഗ്രാമമാണ് നമ്മളെ വളർത്തുന്നത്. നമ്മുടെ വീടുകളിലുള്ള ഉദ്ബോധനമുണ്ട്, പക്ഷേ അതിൽ കൂടുതലായിട്ട് നമ്മുടെ ഗ്രാമം ആണ് നമ്മളെ വളർത്തുന്നത്. ആ നമ്മളെ വളർത്തിയ ഗ്രാമമാണ് ഹാമിൽട്ടൺ മലയാളി സമാജം. നമ്മുടെ പിള്ളേർ ഇപ്പോൾ ഒരു കാവടിയാട്ടം സ്റ്റേജിൽ അവതരിപ്പിച്ചെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയ തലമുറകൾ നമ്മുടെ ആഘോഷ അവസരങ്ങൾ തിരിച്ചു വരുമ്പോൾ we know we are doing a good thing. And it has also been and still is and continuing to be a big relief for those who are arriving now from Kerala directly or different parts of India or from Gulf countries who are coming, people who are coming here. 3 വയസ്സ് മുതലുള്ള പിള്ളേർ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ സ്റ്റേജ് ഫ്രൈറ്റ് മാറ്റാനുള്ള നല്ലൊരു അവസരം. Talent show as well as Sports Fest and the picnic. It's been a great opportunity, and also thank you for the Malayalam class. Thank you for making me who I am. ജാനറ്റ് ഇവിടുന്ന് എൻ്റെ അമ്മയ്ക്ക് എഴുതിയ ഒരു എഴുത്ത് കോതമംഗലത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒരു പണിഷ്മെൻ്റായിട്ട് മാറി. കാരണം അമ്മ അതെല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു, എൻ്റെ മകള് എനിക്ക് എഴുതിയതാണെന്നും പറഞ്ഞ്. അപ്പം അത് സമാജത്തിൻ്റെ കെയർ ഓഫിൽ നടത്തിയ മലയാളം സ്കൂളിൽ നിന്ന് കിട്ടിയൊരു വലിയൊരു അനുഗ്രഹമാണ്. മലയാളം സ്കൂൾ എന്നൊരു പ്രോജക്റ്റ് നമ്മൾ ഇവിടുത്തെ മലയാളം ഓർഗനൈസേഷൻ്റെ കീഴിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1987 മലയാളം അവരെ പഠിപ്പിക്കാനും ആ ട്രഡീഷൻ, നമ്മുടെ ട്രഡീഷനും കൾച്ചറും ഒക്കെ അവരിൽ പകർത്തി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. കൂടുതലായിട്ട് സംസാരിക്കാനായിട്ടാണ് ആദ്യം കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നത്, നമ്മുടെ മാതൃഭാഷ മറന്നു പോകാതിരിക്കാൻ വേണ്ടി. സീനിയർ സെൻ്റർ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. മിക്കവാറും ഞാൻ അറിഞ്ഞിടത്തോളം പല സീനിയേഴ്സും ഇന്നിപ്പോൾ അവിടെ പോവുകയും അവിടെ പല പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. 25 വർഷം കൊണ്ട് സമാജത്തിൻ്റെ വേദികൾ വളർത്തിക്കൊണ്ടുവന്നത് കലാ സാംസ്കാരികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു തലമുറയെ ആയിരുന്നു. ഇനിയുള്ള യാത്രയിലേക്ക് വളരെ പ്രതീക്ഷയോടെ എത്തി നോക്കുകയാണ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും താമസിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തരുമെന്നുള്ള ഒരു പ്രത്യാശയാണ് ഞങ്ങൾക്ക്. ലിവിങ് ഫെസിലിറ്റീസ് ഫോർ സീനിയേഴ്സ് അങ്ങനൊരു ഡിസ്കഷൻ പലപ്പോൾ വന്നിട്ടുണ്ട്. മേ ബി we can establish that nothing is impossible.